നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നാരായണീയം ദശകം 2 ശ്ലോകം 7, 8 പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമുക്കൊട്ടും തന്നെ സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോവാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യാ വിഹിതോ. ഏവം ഭൂതതയാ ഹി ഭക്ത്യാ വിഹിതോ യോഗ സ യോഗദ്വയാത്. യോഗ സ യോഗദ്വയാത്. ഏവം ഭൂതതയാ ഹി ഭക്ത്യ വിഹിതോ യോഗ സ യോഗദ്വയാത്. യോഗ സ യോഗദ്വയാത്. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പോർഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ നല്ല രീതിയിൽ വൃത്തിയായിട്ട് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇത് കുറച്ച് കടുകട്ടി സംസ്കൃതമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ സിമ്പിളായിരിക്കും, എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തുടക്കക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പറയുന്നത്, മടുപ്പാരും വിചാരിക്കരുത്. ഓക്കെ. ഏവം ഭൂതതയാ ഹി ഭക്ത്യ വിഹിതോ യോഗസ്സ യോഗദ്വയാത്. കിട്ടിയോ എല്ലാവർക്കും? കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ. കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ. യോഗീശ്വരൈർഗീയതേ. കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ. യോഗീശ്വരൈർഗീയതേ. കിട്ടിയോ എല്ലാവർക്കും? ആ 2 സ്റ്റാൻസ നമുക്കൊന്നുകൂടെ വായിക്കാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യവിഹിതോ യോഗസ്സ യോഗദ്വയാത്. കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ. കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ. സൗന്ദര്യൈക രസാത്മകേ. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക. പ്രേമപ്രകർഷാത്മിക. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക. ഭക്തിർ നിശ്രമ മേവ. ഭക്തിർ നിശ്രമ മേവ വിശ്വപുരുഷൈഃ. വിശ്വപുരുഷൈഃ. ഭക്തിർ നിശ്രമ മേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ലഭ്യാ രമാവല്ലഭ. ഭക്തിർ നിശ്രമ മേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ലഭ്യാ രമാവല്ലഭ. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു. സൗന്ദര്യൈക രസാത്മകേ ത്വയി ഖലു പ്രേമപ്രകർഷാത്മിക. പ്രേമപ്രകർഷാത്മിക. ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭ. എല്ലാവർക്കും ഇത് ചൊല്ലാനായിട്ട് പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്കൊന്നുകൂടെ ആദ്യം മുതൽ ചൊല്ലാം. ഏവം ഭൂതതയാ ഹി ഭക്ത്യവിഹിതോ യോഗസ്സ യോഗദ്വയാത്. ഏവം ഭൂതതയാ ഹി ഭക്ത്യവിഹിതോ യോഗസ്സ യോഗദ്വയാത്. കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ യോഗീശ്വരൈർഗീയതേ. കർമ്മജ്ഞാനമയാത് ദൃശോത്തമതരോ
योगीश्वरैर्गीयते सौन्दर्यैक रसात्मके त्वयि खलु प्रेम प्रकर्षात्मिका सौन्दर्यैकरसात्मके त्वयि खलु प्रेम प्रकर्षात्मिका भक्तिर्निश्रममेव विश्वपुरुषैः लभ्या रमावल्लभा भक्तिर्निश्रममेव विश्वपुरुषैः ലഭ്യാ രമാവല്ലഭ. എല്ലാവർക്കും കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ നീണ്ടു പോകുന്നത് കൊണ്ടാരും അതൃപ്തി കാണിക്കരുത്. കാരണം ഒട്ടും പഠിക്കാൻ പറ്റാത്ത ഒരാൾക്ക് വരെ പഠിക്കണമെന്നൊരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ആളുകൾ മടുക്കരുത്. കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്. അപ്പോൾ നമുക്കിത് ഒന്നിച്ച് പാടാം. एवं भूतदया हि भक्त्यभिहितो योगस्य योगद्वयात् कर्मज्ञानमयादृशोत्तमतरो योगीश्वरैर्गीयते सौन्दर्यैकरसात्मके त्वयि खलु प्रेमप्रकर्षात्मिका ഭക്തിർനിശ്രമമേവ വിശ്വപുരുഷൈഃ ലഭ്യാ രമാവല്ലഭാ. എല്ലാവർക്കും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമുക്ക് 8ാമത്തതിലേക്ക് പോവാം. നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദുരേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ നിഷ്കാമം നിയത സ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദുര്യേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിധം തദ്ദുര്യേത്യഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ. തത്വ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് തത്വം എന്ന് വേണമെങ്കിലും വായിക്കാം. ചില ബുക്കിൽ നമുക്ക് തത്വം എന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തത്വം എന്ന് തന്നെ വായിക്കാം കേട്ടോ. തത്വം വ്യക്തതയാ സുദുർഗമതരം തത്വം വ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ തത്വം വ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. തത്വം വ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത് പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. ഒന്നുകൂടെ ഈണത്തിൽ പാടാട്ടോ. തത്വം വ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മക ഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി.
त्वत्प्रेमात्मकभक्तिरेव सततं സ്വാദീയസി ശ്രേയസി. ഒന്നുകൂടെ നമുക്ക് ഒന്നിച്ച് വായിക്കാം. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിദം തദ്ദുര്യേത്യ ഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ. തത്വം വ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. നിഷ്കാമം നിയതസ്വധർമ്മചരണം യത്കർമ്മയോഗാഭിദം തദ്ദുര്യേത്യ ഫലം യദൗപനിഷദ ജ്ഞാനോപലഭ്യം പുനഃ. തത്വം വ്യക്തതയാ സുദുർഗമതരം ചിത്തസ്യ തസ്മാദ്വിഭോ ത്വത്പ്രേമാത്മകഭക്തിരേവ സതതം സ്വാദീയസി ശ്രേയസി. അപ്പം നമ്മൾ ഇന്ന് ദശകം 2-ലെ 7ഉം 8ഉം ശ്ലോകങ്ങളാണ് പഠിച്ചത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരി ഓം.